അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റിയായ രഗട ചാട്ട് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യമായിട്ട് കടല എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ വെള്ള കടല എടുത്തിട്ട് ഇതൊരു 5-8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. മിനിമം ഒരു 5-8 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടിത് വേവിച്ചെടുക്കണം. ഇങ്ങനെ അമർത്തിയ സ്മാഷ് ആവണം. അതുപോലെ നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സവാളയാണ്. സവാള ആവശ്യത്തിന് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ തക്കാളിയും ചോപ്പ് ചെയ്തെടുക്കാം. പച്ചമുളകും. പിന്നെ ഇത് പൊമഗ്രാനൈറ്റാണ്. പൊമഗ്രാനൈറ്റും ആവശ്യത്തിന് ഓപ്ഷണലാണ്. പിന്നെ മല്ലിയില, ഇതെല്ലാം നന്നായിട്ട് ചെറുതാക്കി ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഗ്രീൻ ചട്നിയും മധുര ചട്നിയാണ്. ഇത് രണ്ടിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ആവശ്യമുള്ളത് പൊട്ടാറ്റോ ആണ്. പൊട്ടാറ്റോ കുറച്ച് മഞ്ഞളും ഉപ്പിട്ടിട്ട് ഇങ്ങനെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ആവശ്യമുള്ളത് 1.5 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ അയമോദകം, പിന്നെ ആവശ്യത്തിന് ചുവന്ന മുളക്, പിന്നെ ആവശ്യത്തിന് ചാട്ട് മസാല. ഇതൊക്കെയാണ് നമുക്ക് രഗട ചാട്ട് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കടായി എടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഇതിലേക്ക് ചെറിയ ജീരകം, പിന്നെ ചുവന്ന മുളകും, പിന്നെ അയമോദകവും ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് 2 മിനിറ്റോളം നമുക്കിത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, വറുത്തെടുക്കാം. അധികം റോസ്റ്റ് ചെയ്യേണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഇത് വറുത്ത് കഴിഞ്ഞ് ഇനി നമുക്കിത് കോരിയെടുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. ഒന്ന് ചതച്ചെടുത്താൽ മതി. നന്നായിട്ട് പൗഡറാക്കി പൊടിക്കുന്ന ആവശ്യമില്ല. ഇനി ചെയ്യേണ്ടത് ആ കടായിൽ തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കടല വേവിച്ച് വെച്ച വെള്ളമാണ്. കടല വേവിച്ച് കഴിഞ്ഞാൽ അത് കളയരുത്. നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യേണ്ടതാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ ഹാഫ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതോടൊപ്പം തന്നെ ബാക്കിയുള്ള കടലയും പിന്നെ പൊട്ടാറ്റോയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് തുടങ്ങിയാൽ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അമർത്തിയിട്ട് ഇതിങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഫുള്ള് സ്മാഷ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് കുറച്ച് കടലയും പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. ഇതുപോലെ സ്മാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളം കുറഞ്ഞു പോയി. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഫുള്ള് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇത്രയും ആയാൽ മതി. നമുക്ക് അധികം കട്ടി വേണ്ട. ഇങ്ങനത്തെ ഒരു കട്ടിയിലാണ് നമുക്ക് ഇത് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പ് കുറവ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കുകയോ ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി നന്നായിട്ടിത് തിളപ്പിച്ചെടുക്കാം. നമ്മളെ രഗട പിന്നെ റെഡിയാണ്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് അറേഞ്ച് ചെയ്യാം. പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള രഗട ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലൂടെ സ്വീറ്റ് സോസ്, മിൻറ്റ് സോസ്, ഗ്രീൻ സോസ്, പിന്നെ ഇത് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച പൊടിയാണ്. ചെറിയ ജീരകം, അയമോദകം, ചുവന്ന മുളക്, അത് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സവാള, കുറച്ച് തക്കാളി, കുറച്ച് പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ ഇഷ്ടമാണെങ്കിൽ അനാറും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്താൽ അവസാനമായിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് സേവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ രഗട ചാട്ട് റെഡിയാണ്. നല്ല ടേസ്റ്റിയായ, സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല ഈസിയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. ചാട്ടൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുന്നിട്ട് ഞങ്ങൾ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.